ഡാഡി ഗിരിജയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടിയോ ഇല്ലേ എന്ന് അറിയാനായിട്ട് കൗതുകത്തോടെ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയധികം തെളിവുകൾ, ഇത്രയധികം മനുഷ്യർ പുറത്തേക്ക് വന്ന് വളരെ ആർജവത്തോടു കൂടി ഇടപെട്ടിട്ട് പോലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പോലീസ് വളരെ ഒരു മെല്ലപ്പോക്ക് നയം തുടരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. ഇതൊന്നും സക്സസ് ആവത്തില്ല എന്ന ഒരു ടേമിലായിരുന്നു പലരും സംസാരിച്ച് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കും അതേപോലത്തെ ഒരു അഭിപ്രായം തന്നെയാണ്. പറഞ്ഞല്ലോ, നമ്മളൊരു വിഷയത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ തടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊണ്ടുവന്ന് കൊടുക്കും. അവർക്ക് മാനനഷ്ടം ഉണ്ടായിരുന്നു. മാനമുള്ളവർക്കാണ് മാഡം മാനനഷ്ടം ഉണ്ടാവുക, മാനമില്ലാത്തവർക്ക് എന്ത് മാനനഷ്ടം? പറഞ്ഞ ഒരു വസ്തുതകളും നമ്മൾ വിരുദ്ധതയുള്ളതല്ല. അത് എന്താ പറയുക, അത് തെളിവുകളില്ലാതെയോ ചുമ്മാ അങ്ങ് എയറിലേക്ക് വിടുന്ന സാധനങ്ങളല്ല. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ, പരാതിക്കാരുൾപ്പെടെ, അല്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറായ ആർജവത്തോട് നിൽക്കുന്ന ആൾക്കാരുൾപ്പെടെയാണ് വിശേഷങ്ങൾ കൈമാറിയിട്ടുള്ളത്. സത്യം പറയുന്നവരെ എല്ലാം പണത്തിന് വേണ്ടിയിട്ട് പറയുന്നു എന്നൊരു ടേമും കൊണ്ട് അടുത്തൊരു വേർഷനും കൊണ്ട് ഇറങ്ങുന്ന രീതിയും കണ്ടിരുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടുന്നുള്ള ശബ്ദം നിലയ്ക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കേണ്ട. ഇനി ഈ ഒരു സെക്ഷൻ, അതായത് ഓഫനേജ് ആൻഡ് ആൾ, അപ്പം ഇതിനകത്ത് CWC വന്നിട്ടുണ്ട്, ചെക്കിങ് നടത്തിയിട്ടുണ്ട്, കുട്ടികളെ സെക്യൂർ ആക്കിയിട്ടുണ്ട്, കുട്ടികൾ പരാതി പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, നേർസാക്ഷ്യമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇനി എന്ത് പറയണമെന്നാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും കോടതിയിൽ നിന്ന് ഇവർക്ക് തീർച്ചയായിട്ടും ജാമ്യം കിട്ടും, മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. മുൻകൂർ ജാമ്യ ആപ്ലിക്കേഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ചിരിപ്പിക്കുന്ന സാധനം. മകൻ, മരുമകൾ, മരുമകളില്ല, മകൾ, മരുമകൻ, അമ്മ, മകൻ, 4 പേര് ഒന്നിച്ച് കൊടുക്കുകയാണ്. അപ്പം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് വളരെ വലിയ ക്രൈം അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആരും പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇവരിൽ ആരും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 4 പേർക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്? ധൈര്യസമേതം അത് ഏൽക്കുകയല്ലേ വേണ്ടത്. നിയമപരമായിട്ട് ഈ FIR ഇടുക എന്നുള്ളത് ഇപ്പോൾ ഒരു നിർബന്ധ ഘട്ടത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കോടതി നിർദ്ദേശത്തിനനുസരണം മകൻ ഇപ്പോൾ പ്രതിയാണ്. കാരണം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവർ കൊണ്ടുപോയി കൊടുത്തത്. അത് പോരാ എന്നാണ് കോടതിയുടെ വാദം. ജാമ്യ നിഷേധമെന്നല്ല, പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. കോടതി 30-ാം തീയതിക്ക് ഇത് വീണ്ടും ഹിയറിങ്ങിന് വെച്ചിട്ടുണ്ട്. അന്ന് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുന്ന ഈ പെൺകുട്ടിയുടെ കുഞ്ഞ് ഇതുപോലെ 18 വയസ്സിന് ശേഷം ഉണ്ടായതാണ് എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിവാഹം കഴിഞ്ഞ് 7-ാം മാസം അവൾ പ്രസവിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ശേഷമാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് വെച്ചാലും 6-ാം മാസത്തിലാണോ കുട്ടി ഉണ്ടായത്? മീൻസ് അത് ഡേറ്റ് ബേസിൽ 7 മാസത്തിൽ പ്രസവിച്ചു എങ്കിൽ പോലും കൺസീവ് ആകാൻ എന്തായാലും 1 മാസം വേണ്ടേ? അപ്പം 6-ാം മാസത്തിൽ കുഞ്ഞ് പിറന്നു എന്നാണോ പറയുന്നത്? ആ കുട്ടി 6-ാം മാസത്തിൽ പിറന്നതാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആര് കൊണ്ട് കൊടുക്കുന്നു? ഒരു കുഴപ്പവുമില്ല. അതേസമയം അതിന് മുമ്പ് കൺസീവ് ആയിരുന്ന കുഞ്ഞായിരുന്നു എന്ന് തെളിവുകൾ വന്നാൽ ചെറുക്കനിക്ക് ജാമ്യം കിട്ടത്തില്ല. ജാമ്യം നിഷേധിക്കപ്പെടുക മാത്രമല്ല, അറസ്റ്റും ഉണ്ടാകും. മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു കേസല്ല പോക്സോ. ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷേ ഹോൾഡ് ഉള്ളവർക്ക് അതും അതിനപ്പുറവും സാധിക്കാമെന്നുള്ളത് മറ്റൊരു ദുഃഖസത്യം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അമ്മയ്ക്ക് ജാമ്യം വേണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുക്കാൻ 30-ാം തീയതി തള്ളി വെച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അവർ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് കൺസീവ് ആയിരിക്കുന്നത്. ആ സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പലരും പബ്ലിക്കിൽ വന്ന് പറയുന്നു. അവരുടെ മുഖം മറച്ചു വെച്ചിട്ടാകട്ടെ, മുഖത്തോടു കൂടിയാവട്ടെ, ഒക്കെ പറയുന്നു. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന കോടതിയോ ഈ പോലീസുകാരോ എന്തുകൊണ്ട് ഡാഡി ഗിരിജയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യപ്പെടുന്നില്ല? ഇപ്പം ഡാഡി ഗിരിജയെ പറ്റി പൊതുസമൂഹത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ മുൻപ് ഒരു സ്ഥാപനം നടത്തിയിരുന്ന പ്രദേശത്ത് ഇവരുടെ തന്നെ ഒരു ഭർത്താവിൻ്റെ ചേട്ടനോ മറ്റോ പോയി ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത് ഐ വിറ്റ്നസ് ആയിരുന്നുവെന്ന്. അന്ന് അവരെ എല്ലാവരും ആക്രമിക്കുന്നുണ്ടായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ ആക്രമിക്കുന്നത്? ഇവർക്കെതിരെ പരാതി കൊടുത്താൽ ഒന്നും നടക്കില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ വീട്ടമ്മയായി നിൽക്കുന്ന അവരുടെ ഭർത്താവ് ഉൾപ്പെടെ ഈ പീഡന ശ്രമത്തിന് കേസിൽ അകപ്പെടും എന്നുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീ ഇത് പുറത്തു പറയാതിരിക്കുന്നതാണ് സേഫ് എന്ന് തോന്നിയില്ല. എന്താ തെറ്റിരിക്കുന്നത്? ചിറ്റേൻ ഗോപകുമാർ, ഗണേഷ്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേര് അതിനകത്ത് അടിവിടുന്നുണ്ട്. ഇതൊക്കെ പറയാൻ ഭയപ്പെടുന്ന ആൾക്കാരുണ്ടാകാം. ഇവരൊക്കെ ജനപ്രതിനിധികളാണ്, അല്ലാതെ രാജാക്കന്മാരൊന്നുമല്ല. അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഏകദേശം അവരെ പറ്റി പറഞ്ഞവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇൻഡാസ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിയമവ്യവസ്ഥയ്ക്കോ ജനാധിപത്യത്തിനോ യാതൊരു മൂല്യവും കൽപ്പിക്കാതെ ഇത്തരത്തിലുള്ള കുറേ നന്മ മരങ്ങൾ അടക്കി വാഴുന്ന ഒരു രീതിയുണ്ട്. അത് അനുഭവിച്ചു കൊടുക്കണമോ? ഇപ്പോൾ റീസെൻ്റ്ലി അറിഞ്ഞ ഒരു ന്യൂസാണ്, അതിൻ്റെ ഒരു കൃത്യമായ വിവരണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് മറ്റൊരിടത്തേക്ക് അവൾ വീണ്ടും ഒരു സ്ഥാപനം തുടങ്ങാൻ പോയി. ഇത് നല്ലൊരു ബിസിനസ്സാണല്ലേ.
ദുബായിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് ഇതുപോലുള്ള NGOസിന് ഒരു മൂക്ക് കയറിട്ടു. ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു പ്രത്യേകതര സാധനത്തിന് അനുമതി കൊടുക്കുന്നത് റദ്ദാക്കിക്കൊണ്ട് നിയമം വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു നിയമം ഇവിടെ വരണം. ആർക്കും ട്രസ്റ്റ് ഓപ്പൺ ചെയ്യാം. ആരൊക്കെയാണ് ട്രസ്റ്റിൻ്റെ അധികാരികൾ? ഞാനും മോനും എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും. അങ്ങനെയാകരുത്. ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ഒത്തിരി പേര് അതിനകത്തുണ്ടാകണം. അപ്പോൾ തന്നെ അതിനകത്ത് ഒരു സുതാര്യമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്താ പറയുക, ഇപ്പോൾ ഞാനും എൻ്റെ മക്കളും ആണെങ്കിൽ നമ്മൾ പരസ്പരം ഇച്ചിരി അടിച്ചു മാറ്റിയാലും നോ വൺ വിൽ കെയർ. അതേസമയം അതിനകത്ത് മറ്റുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ പണമാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ ചോദ്യം ചെയ്യും. അപ്പോൾ ആർക്കും മുക്കാനൊക്കത്തില്ല. മര്യാദയ്ക്ക് ഇത് ചേരേണ്ടവരിലേക്ക് ചേരും. പണം വരുന്നതിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടുത്തെ അമ്മമാരെന്ന് കരുതി അവർക്ക് ആഹാരം കൊടുക്കാൻ നിങ്ങൾ 10 പൈസ കൊടുക്കരുത്. അപ്പോൾ അമ്മ മക്കളെയും മരുമകനെയും ഒക്കെ ജോലിക്ക് വിടും. എന്നിട്ട് ആ പണം കൊണ്ട് ആ അമ്മമാർക്ക് ചിലവിന് കൊടുക്കട്ടെ. ഓരോ അമ്മമാരെ അവിടെ കൊണ്ടേൽപ്പിക്കുമ്പോഴും അസറ്റായിട്ട് ഒരു എമൗണ്ട് കൊടുക്കും. അവരെ പെട്ടെന്ന് കൊന്നു കളഞ്ഞാൽ ആ അസറ്റ് എമൗണ്ട് അവർക്ക് എടുക്കാം. അങ്ങനെ ഒരു എമൗണ്ട് അവിടെ ഉണ്ട്, അങ്ങനെ എടുക്കാം. ഇതിൻ്റെ പിന്നിൽ വലിയ കളികളുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകാൻ തയ്യാറല്ല. അമ്മമാർ തന്നെ അവരുടെ കുഴി തോണ്ടി വെച്ചിരിക്കുന്നിടത്ത് അവർ കുഴിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരില്ലേ, പൊയ്ക്കോട്ടെ എന്നാണ് ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ വിജയമായിട്ട് തന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പലരും കമൻസിൽ വന്നിട്ട് ഒരുമാതിരി കളിയാക്കിക്കൊണ്ടുള്ള ഒരുമാതിരി ചോദ്യങ്ങളുണ്ട്. ഒലീവിയ എന്തായി, ജെട്ടി എന്തായി, ഇതെന്തായെന്ന്. ഞാൻ എന്ത് വിഷയത്തിൽ ഇടപെട്ടാലും അതിൻ്റെ അറ്റം കണ്ടിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. ഒലീവിയ വിഷയത്തിൽ സംഭവിച്ചത് ആ 26 കുട്ടികൾക്കും അവർക്ക് കിട്ടേണ്ട അലവൻസ്, അവരുടെ ഫോണ്, അവരുടെ ശമ്പളം ഒക്കെ കോടതി ഇടപെട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന കുട്ടികളും റിസൈൻ ചെയ്ത് പോയിട്ടുമുണ്ട്. അവർ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്, അവരുടെ മികവ് തന്നെയാണ്. അവിടെ എന്തെങ്കിലും പരാതികൾ വന്നാൽ വീണ്ടും ഇടപെടും എന്നുള്ളൊരു തർക്കമേ ഇല്ല. പക്ഷെ ഇതിന് മുമ്പ് നടന്ന ഒരു കാര്യത്തിൽ ഈ സുരാജ് പാലക്കാരൻ വന്നാണ് ഞങ്ങളെ അങ്ങനെ ഒരു ട്രബിളിൽ കൊണ്ടെത്തിയത്. ഞാൻ ഇത്തവണ ഇവരുടെ ഒരു അടുത്തൊക്കെ എങ്ങും പോകാതെ മാറിയതിൻ്റെ കാരണം ഒലീവിയ എന്നുള്ളതൊരു വലിയ പഠിത്തമായി മനസ്സിലായതുകൊണ്ടാണ്. നമ്മൾ അവരുടെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ട്രസ്പാസിന് അവരെനിക്കെതിരെ കേസ് എടുപ്പിക്കും. അപ്പോൾ ഇത് 2ാം തരം. അതുപോലെ ജാമ്യതയുടെ വിഷയവും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ പോയപ്പോൾ അവരുടെ വീട് കയറി അടിക്കാൻ പോകുന്ന മുന്നേ ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷൻ ചോദിച്ച മാഡമാണ് ജാമ്യത ഉൾപ്പെടെ. അപ്പോൾ ഇടപെട്ട വിഷയങ്ങളിലൊക്കെ ഞാൻ കൃത്യമായി നിങ്ങളോട് വന്ന് അതിൻ്റെ നാൾ വഴികളും അതെന്ത് സംഭവിച്ചു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ജാമ്യത വിഷയത്തിൽ ഞാൻ FIR ഇട്ടിട്ടുണ്ട്. അവരുടെ കേസ് കോടതിയിലാണ്. ആ കോടതിയിലേക്ക് ഈ FIR സബ്മിറ്റ് ചെയ്താൽ മാത്രം കാര്യം മനസ്സിലാക്കാവുന്നത് ജഡ്ജിക്കാണ്. അവരത് എടുത്ത് ദൂരെ കളഞ്ഞോളും. കാരണം അവഹേളിക്കപ്പെടുകയും വ്യക്തി അധിക്ഷേപം നടത്തപ്പെടുകയും ചെയ്തത് എന്നെയാണ്, അവളെയല്ല. ഞാൻ കൃത്യമായി തെളിവ് വെച്ചാണ് പറഞ്ഞത്. ഒരു തെളിവുമില്ലാതെ 69 ദിവസം ഞാൻ ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞ് നുണ പ്രചരിപ്പിച്ചത് ആ സ്ത്രീയാണ്. അപ്പോൾ പ്രശ്നം ആർക്കാണെന്ന് അവിടെ വ്യക്തം. കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എൻ്റെ നാട്ടിൽ, അതായത് ഞാൻ കോട്ടയത്ത് താമസിക്കുമ്പോൾ കോട്ടയത്തെ പോലീസ് എനിക്ക് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് പോയാണ് കേസ് എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. എനിക്ക് അവിടെ തന്നെ നീതി കിട്ടിയിരിക്കുന്നു. ആ സ്ത്രീക്കെതിരെ ഒരാൾ പരാതി കൊടുത്താലും കേസെടുക്കാത്തൊരവസ്ഥയിൽ ഞാൻ കൊടുത്തപ്പോൾ തന്നെ കേസെടുത്തത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെയാണ് ജെട്ടി ജിനുവിൻ്റെ കാര്യം. പലരും ഇപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, തെറി വിളിക്കുന്നത്. അതെ, 1 വർഷത്തോളം എന്നെ നിരന്തരമായത് തെറി വിളിച്ച ഒരു വ്യക്തിയെ എങ്ങനെ ഞാൻ നേരിടുമെന്ന് എനിക്ക് അറിയാതെ പതറി നിന്നൊരവസ്ഥയുണ്ടായിരുന്നു. നിരന്തരം ഇരുന്നു കൊണ്ട് മോശ വർത്തമാനവും വൃത്തികേടുകളും മാത്രം പറഞ്ഞ് അവനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രോബ്ലം. പക്ഷെ എന്നെ മാത്രമല്ല, തുടർന്ന് പെൺകുട്ടികളും ആക്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം നിന്നവർ പിന്മാറിയാലും ഞാൻ ശക്തമായി അവനെതിരെ തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നു. CIയെ കണ്ടപ്പോൾ CI ഒരു കേസ് കൊടുത്തു. അതും ആ കേസ് എടുക്കാതെ വന്ന് എന്നെ ഉഴപ്പി വിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇവിടെ കോട്ടയം പോലീസ്, ഏറ്റുമാനൂർ പോലീസ്. സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം കളക്ടർ കയറി കണ്ട് കളക്ടർ പെർമിഷനോട് കൂടി ആ കേസ് എടുപ്പിച്ചു. പക്ഷേ അതും അവരുടെ തന്നെ റെക്കമെൻഡേഷൻ പവർ കൊണ്ട് അതിൽ നിന്ന് ഊരി വരികയാണ് ചെയ്തത്. 2ാമതൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ചോദ്യം ചെയ്യാനെങ്കിലും വിളിച്ചു വരുത്താൻ ചെന്ന് പറയുമ്പോൾ CI പറഞ്ഞത് എനിക്ക് അവനെ കാണാൻ കിട്ടുന്നില്ല, അവ ഒളിച്ച് നടക്കുകയാണെന്ന്. ഡെയിലി ഇരുന്നു കൊണ്ട് ലൈവ് ചെയ്യുന്നവനെ കാണാനില്ല എന്ന് പോലീസ് പറയുമ്പോൾ അങ്ങനെ ഒരു സീൻ കാണിച്ചാൽ മാത്രമേ അവനെ അറസ്റ്റെങ്കിലും ചെയ്യുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധിത ഘട്ടമായതുകൊണ്ടാണ് അവിടം വരെ പോയത്. അവനൊരു കാര്യത്തിന് ഞാൻ പോകാതെ കാറിലിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ പച്ചത്തെറി വിളിക്കുകയും തുണിപൊക്കി കാണിക്കുകയും ചെയ്താൽ തിരിച്ച് പ്രതികരിക്കുന്ന സ്ത്രീയാണ് ഞാൻ. അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കത്തില്ല. അതാണ് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞല്ലോ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെയായിരിക്കും. ചില സമയങ്ങളിൽ അതിൽ മാറ്റങ്ങളും ഉണ്ടാകും. കാരണം ആ സമയം കടന്നു പോകുമ്പോൾ മറ്റ് അഭിപ്രായങ്ങളായിരിക്കും വരികയുണ്ടാവുക. ഇപ്പോൾ ഇന്നത്തെ അഭിപ്രായമായിരിക്കില്ല അന്നത്തെ അഭിപ്രായം. കാരണം അന്നത്തെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അഭിപ്രായങ്ങളാണ് പറയുക. അഭിപ്രായ മാറ്റം എന്നല്ല പറയുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എലിസബത്തിൻ്റെ കാര്യം. എലിസബത്ത് വളരെയധികം പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ലൈവ് ചെയ്യുമ്പോൾ അവർക്ക് സപ്പോർട്ടീവായി തന്നെയാണ് നിന്നത്. പക്ഷേ താൻ അനുഭവിച്ചതാണ് പീഡനം, അമൃത അനുഭവിച്ചത് പീഡനമല്ല എന്ന് പറയുമ്പം അഭിപ്രായം മാറും.
കാരണം ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്, നേരിട്ട് കണ്ടതാണ് അമൃത എത്രത്തോളം ബുദ്ധിമുട്ടുകളിൽ കൂടെ പാസ്സായെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ കുഴഞ്ഞ പരുവത്തിൽ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. A to Z പറയാനൊന്നും എത്താനൊന്നും ഒക്കത്തില്ല. എന്നാലും ഇനിയുമുണ്ട് പറയാനാണെങ്കിൽ ഏതൊക്കെ വിഷയത്തിൽ ഇടപെട്ടോ അതിലൊക്കെ എന്തായി എന്നുള്ളത്. അപ്പം ഞാൻ ഇടപെട്ടതിലൊക്കെ ഞാൻ എന്ത് ചെയ്യണമോ എൻ്റെ കയ്യൊപ്പ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. CWC വന്ന് കുട്ടികളെ സേവ് ചെയ്തെടുത്ത് എൻ്റെ പണി കഴിഞ്ഞു ഏകദേശം. ബാക്കി ഇനി കേസാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ആളെത്തും. അതിനുശേഷം ഞങ്ങൾ അവരുമായി ചേർന്നിട്ട് ഞങ്ങൾ കേസുമായി മുൻപോട്ട് തന്നെ പോകും. ഇതൊന്നും ആയിരിക്കില്ല ഞങ്ങളുടെ സബ്ജക്റ്റ് എൻ്റെർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ കേസ് അവർ ഫേസ് ചെയ്യട്ടെ. അതിൽ തീർച്ചയായിട്ടും തീരുമാനമുണ്ടാകും. ഒന്ന് ഇറങ്ങിയാൽ സക്സസ് ആവുമെങ്കിൽ മാത്രം ഇറങ്ങും, ഇല്ലെങ്കിൽ ഇറങ്ങില്ല എന്നുള്ളത് എൻ്റെ തീരുമാനം. ഡാഡി ഗിരിജയ്ക്ക് വാസ്തയുണ്ട് എന്നുള്ള തീരുമാനം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 17-ാം തീയതി നടക്കുന്ന ഒരു കോടതി, ആ കോടതിയിൽ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് 18-ാം തീയതിക്ക് ഒരു വാർത്താ സമ്മേളനം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സ്ത്രീയുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി, അവരൊരു കോൺഫിഡൻസ്, അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ നാട്ടിലെ അധികാരികളുടെ കെടുകാര്യസ്ഥതയുടെ ഒരു ഡെപ്താണ്. അവരെ കൊണ്ട് എല്ലാവരെയും വിലക്കെടുക്കാൻ സാധിക്കും, കോടതിയെപ്പോലെ അവർക്ക് വിലക്കെടുക്കാൻ സാധിക്കും എന്നുള്ള ധാർഷ്ട്യം അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പൊതുസമൂഹത്തിന് പലതും തോന്നും. ഇതുപോലെ വന്ന് എഴുതി വെക്കുന്നവനിക്കൊക്കെ വിചാരിക്കുന്നുണ്ട് എവിടെയും ഒന്നും ആയില്ല എന്നോ അങ്ങനെയൊന്നുമല്ല. എന്തിലിടപെട്ടിട്ടുണ്ടോ അതൊക്കെ സക്സീഡ് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന യുക്തിവാദി എന്ന് അവകാശപ്പെടുന്ന എക്സ് മുസ്ലിം പെട്ടുകിടന്നവൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ അതിനകത്ത് ഒരുപാട് പോയിട്ടുണ്ടെന്ന് എനിക്കും അറിയാം, അബ്ദുൽ ഖാദറിനും അറിയാം, അവിടുത്തെ ഗവൺമെൻറ്റിനും അറിയാം. അങ്ങനെയുള്ള അറിവുകൾ മതി, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. എന്ത് വിഷയമായിരുന്നാലും എൻ്റെ മുന്നിലേക്ക് വന്നാൽ അതിന് കൃത്യമായ തെളിവുകളും കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാനത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ട് തന്നെ പിന്മാറിയിട്ട് ശീലമുള്ളൂ. ഈ വിഷയത്തിൽ വിനീഷ് കക്ഷി ചേർന്നിട്ടുണ്ട്. എന്നോടും ചോദിച്ചിരുന്നു കക്ഷി ചേരാമെന്ന്. എനിക്ക് കക്ഷി ചേരാൻ താല്പര്യമില്ല. ഇനി തനിയെ വേറെ കേസ് കൊടുക്കാനാണ് ഇഷ്ടം. കാരണം തെളിവുകൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തനിയായിരിക്കും കേസ് കൊടുക്കുക. മാത്രവുമല്ല, എന്താ പറയണേ, കൂട്ടായി നിന്നുകൊണ്ട് ഇത്രയധികം ചെയ്തിട്ടും ഒന്നും എത്താത്തടുത്ത് ഇനി അതിൻ്റെ ഇടയിലേക്ക് ഞാനും കൂടെ പോയി കക്ഷി ചേരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോൾസ് അലിഗേഷൻസ് ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ അലിഗേഷൻസും അങ്ങനെയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ സത്യമായ കാര്യങ്ങളാണെന്നോ അത് കൃത്യമായ തെളിവ് വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ കേസിലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം കുട്ടിയുടെ ജനനം, ആ കുട്ടിയുടെ DNA ടെസ്റ്റ്, അതിലവർ പൊട്ടിപ്പോവും. ഇപ്പം തന്നെ അവനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം കോടതിക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, എൻക്വയറിക്ക് കൂടുതൽ പ്രിയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കോടതി. അപ്പോൾ അതിനകത്തുള്ള ചില നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നാലും നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പം നടന്നത് തന്നെ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. മകനെ രക്ഷിക്കാൻ ഒരുപാട് കളികൾ കളിച്ച അമ്മയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നു. മകൻ പ്രതിയാക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കുട്ടിയുടെ DNA ടെസ്റ്റ് ഫലം കൊണ്ടുവരുമ്പോൾ തീരുമാനിക്കപ്പെടും. ചെയ്യുമായിരിക്കാം. കാരണം ഗവൺമെൻറ് സെക്ടറിലും അത്യാവശ്യം ബ്രൈബറി ഉണ്ടല്ലോ. കൈക്കൂലി വാങ്ങുന്നവൻ അത് ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ഡോക്ടർ അത് ഒപ്പിട്ട് കൊടുത്താൽ ആ ഡോക്ടറോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും മാൻ. ഞാനത് ചെയ്യിക്കും. കാരണം വീണ്ടും റീടെസ്റ്റിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കും. അത് തുറന്ന് തന്നെ പറയുന്നത്, നീ അത് എഴുതി കൊടുക്കരുത്. ആരായിരുന്നാലും ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത ആ സർട്ടിഫിക്കറ്റ്, ആ സീലിലുള്ള ആ ഡോക്ടറുടെ സസ്പെൻഷൻ ഉടനെ തന്നെ ഉണ്ടാകും. കാരണം ഈ മുഴുക്ക പൂർണ്ണമായി ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ആ പെണ്ണ് പ്രീമെച്യൂർഡാണ്. അതിന് മുമ്പേ ആ സമയത്താണ് പ്രഗ്നൻ്റ് ആയി എന്നുള്ളത്. 18 വയസ്സിന് മുമ്പ് തന്നെയാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അതിൽ തർക്കമുണ്ടോ വിഷമമുണ്ടോ, അവൻ കെട്ടി അവളുടെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നവരോടാണ്. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ ഇതുപോലെ ചെയ്താൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? പെൺകുട്ടികളുടെ ആത്യന്തികമായ ലക്ഷ്യം വിവാഹമല്ല എന്ന് മനസ്സിലാക്കുക. പലയിടങ്ങളിലും പല പണ്ഡിതന്മാരും പല രീതിയിലുള്ള മനുഷ്യരും പെണ്ണുങ്ങളെ ഇകഴ്ത്തുന്നത് അവൾക്ക് പ്രസവം എന്നൊരു സംഗതി ഉണ്ട് എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പെണ്ണുങ്ങൾ ജീവിക്കുന്ന പ്രസവിക്കാൻ മാത്രമല്ല, വിവാഹം കഴിക്കാൻ മാത്രമല്ല. ഞങ്ങൾ മനുഷ്യരാണ്, അത് മനസ്സിലാക്കുക. അപ്പം അതിനെതിരെയൊക്കെ ശക്തമായ തിരിച്ചടികളും തിരിച്ചറിവുകളും ഉണ്ടാകുമ്പോൾ അതിനെ എതിർത്തിട്ട് കാര്യമില്ല. സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളാണ് ആത്മഹത്യക്ക് തയ്യാറായി നിന്നത്. നിർത്തലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിർത്തലാക്കണമെന്ന് നിർബന്ധപൂർവ്വം നിന്നതിൽ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ആണുങ്ങളായിരുന്നു. പക്ഷേ നിർത്താൻ പറ്റില്ല എന്ന് പറയാൻ പെണ്ണുങ്ങളായിരുന്നു. ഞങ്ങൾക്ക് മരിക്കണം എന്നാ പറഞ്ഞത്. ക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു ആ സമയത്ത് നടന്നത്. പക്ഷേ സന്തോഷപൂർവ്വം പെണ്ണുങ്ങൾ അത് അംഗീകരിച്ചു. സ്വന്തം ശരീരമെടുത്ത് തീയിലേക്ക് എറിയുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും.
അപ്പോൾ അതിൻ്റെ അന്നത്തെ ഒരു ഇത് പറഞ്ഞാൽ ആർക്കും പിടികിട്ടത്തില്ല. അതൊരു ആചാരമായി കൊണ്ടുനടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പലതും പൊളിച്ചെഴുതേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. അവരെ അനാഥരാണ് എന്ന് കരുതി എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് ചിന്തിക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ്. ഡാഡി ഗിരിജ എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. പക്ഷേ അവരുടെ ഒരു പൊളിറ്റിക്കൽ പവർ കൊണ്ടാണ് അവർ ഇതൊക്കെ കടിച്ചു പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് നേരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നത് കണ്ടതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും സംഘടിക്കൂ, ശക്തരാകൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യസമേതം മുന്നോട്ട് നിൽക്കുക, എന്തു വന്നാലും ഫേസ് ചെയ്യുക. ഇത്രയും വലിയ ക്രിമിനലുകൾക്ക് ആത്മസംയമനം പാലിക്കാനും ധൈര്യത്തോടു കൂടി ഇതൊക്കെ ഫേസ് ചെയ്യാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാത്ത നമ്മളെന്തിനു ഭയപ്പെടണം? കല്ലേറൊക്കെ ഉണ്ടാകും, അതറിയത്തില്ലേ? നിറച്ച് കായ്ഫലമുള്ള മരത്തിലേ കല്ലേറൊക്കെ വരികയുള്ളൂ. അതെന്തിനാണ്? അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ടാവണം. ധൈര്യസമേതം പൊരുതുക എന്നുള്ളതാണ്. നമ്മളുടെ പൂർവ്വപിതാക്കൾ പൊരുതി നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ അല്പം പൊരുതലുകൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ജനപ്രതിനിധികളെ നോക്കി ഭയപ്പെടരുത്. അവർ പ്രതിനിധികളാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ആ പൊസിഷൻ കൊടുത്തത് നമ്മളാണ്. നമ്മളോളം വാല്യൂ വേറെ ആർക്കുമില്ല എന്നുള്ള തിരിച്ചറിവ് ആദ്യം നമുക്ക് തന്നെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ മാറ്റമുണ്ടാകും. ഭയപ്പെട്ട് നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നീതി ചിലപ്പോൾ ഡിലേ ആകും, പക്ഷേ നിഷേധമാകത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ആ വിധി. താങ്ക് യു സോ മച്ച്. വീണ്ടും ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാകും. ഞാൻ പിന്നെ ഇത് പറഞ്ഞിടുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകാറില്ല, ആരും ഇതിനെപ്പറ്റി വലിയ കമൻസ് ഒന്നും കാണാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാത്തത്. ഒത്തിരി എവിഡൻസ് ഉണ്ട്. പബ്ലിഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പബ്ലിഷ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പുതിയ കുത്തിത്തിരിപ്പും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ നിൽക്കണ്ട. അതിനേക്കാൾ നല്ലൊരു സാധനം, ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കരുത്.